മോയ്സ്ചറൈസർ എങ്ങനെയുണ്ട്? നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. കെമിക്കൽസ് ഒന്നും ചേരാത്തത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിന് ഒരു ദോഷവും വരുത്തില്ല. പിന്നെ സ്കിൻ ടൈറ്റൻ ചെയ്യാനായിട്ടുള്ളൊരു കഴിവുണ്ട് ഇതിന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചുളിവുകളും തൂങ്ങലുകളും സ്കിന്നിൻ്റെ തൂങ്ങലുകളും എല്ലാം കുറയ്ക്കും. സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് ഫ്രഷ് ആയിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് ഇത് സഹായിക്കും. ഈ ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങയും കപ്പലണ്ടിയാണ്. നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് കപ്പലണ്ടിയാണ്. ഞാനത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുക്കുക. ഇത് നമുക്ക് അരച്ചത് ഒരു ബൗളിലേക്ക് ഇടാം. ഇനി നമുക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാൻ 1 തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഉണക്കത്തേങ്ങ ആയതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. ഇത് ഞാൻ മുറിച്ചെടുത്തിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തത്. നമ്മൾ തേങ്ങ അരച്ചതും ആ ബൗളിലേക്ക് തന്നെ ഇട്ടു. ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ലിറ്ററോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. മൊത്തം 1/2 ലിറ്റർ വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ 2 തവണ ഇത് അരിച്ചെടുക്കുന്നുണ്ട് മൊത്തം പാല് കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ തുണി വെച്ചിട്ടാണ് അരിച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ മറ്റ് അരിപ്പയിൽ അരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും നേർപ്പിച്ച് ഒട്ടും തരിയില്ലാതെ നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് ഒരു തവണ അരിച്ചതിന് ശേഷം ആ തേങ്ങ എടുത്തിട്ട് വീണ്ടും നമ്മൾ 1/4 ലിറ്റർ വെള്ളം കൂടി ഉള്ളത് ഒഴിച്ചിട്ട് ഒന്നും കൂടി അരിച്ചെടുക്കും. ഇത് നമുക്ക് 1 തവണ കൂടി അരച്ചെടുക്കാം. ഇനി നമുക്കിത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഒരു 20 മിനിറ്റൊക്കെ എടുക്കും ഇതൊന്ന് വറ്റി കിട്ടാനായിട്ട്. നമുക്ക് എക്സ്ട്രാ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉള്ളവർക്ക് അല്പം ഓയിലും കൂടി നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇത്രയും ക്രീം നമുക്ക് കിട്ടിയിട്ടുണ്ട്.